കൾച്ചറിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അതിന്റെ തിരക്കുകളൊക്കെ ഉണ്ടാവും. അതിനിടയിലാണ് ഇപ്പോൾ ഞങ്ങൾക്കിപ്പം സമയം ചെലവഴിക്കുന്നത്. ഞങ്ങൾക്ക് ഓർമ്മയുള്ളത് നടി എന്ന നിലയിലാണ് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലൂടെയാണ് ആദ്യമായി ക്യാമറ കുഞ്ഞായിരുന്നു. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഈ ചിലര് പറയും ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്, അങ്ങനെയാണ് വന്നതെന്നൊക്കെ പറയാറുണ്ട്. ഇല്ലില്ല, വെക്കേഷൻ സമയത്ത് ഞങ്ങൾ ഒരു ട്രിവാൻഡ്രത്തുള്ള കുറേ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഓഡിഷനിൽ ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. എനിക്കറിയത്തില്ലായിരുന്നു അത് ഓഡിഷനാണ് നമ്മൾ പോകുന്നതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് എനിക്കത് ഞാൻ 5th സ്റ്റാൻഡേർഡിലോ എന്തോ പഠിക്കായിരുന്നു. അപ്പൊ കൊണ്ടുപോകുമ്പോ ഈ ക്യാമറകളും അല്ലെ സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായതേ ഇല്ല അത് ഓഡിഷൻ ആയിരുന്നെന്ന് മനസ്സിലായില്ല, നമ്മളത് സിനിമയിലേക്ക് എടുക്കുകയാണെന്ന് മനസ്സിലായില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. എന്നെ അന്ന് സെലക്ട് ചെയ്തത് ഡയറക്ടർ സുരേഷ് കൃഷ്ണ ആയിരുന്നു. ഗുരു സിനിമയിലൂടെയാണ് തുടങ്ങുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലെ. അപ്പൊ അതിന്റെ ഓർമ്മകളൊക്കെ ഉണ്ട്. കാരണം ആ സമയത്ത് ഇപ്പൊ ചിലര് പറയും കുഞ്ഞുനാളിലുള്ള ആഗ്രഹമായിരുന്നു സിനിമയിലേക്ക് വരിക എന്നൊക്കെ ഉള്ളതൊക്കെ. അങ്ങനെ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ ആ ഒരു ഫസ്റ്റ്? ഇല്ല, ഒട്ടുമില്ല. എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളെ പാരൻസ് ഓഡിഷന് കൊണ്ടുവന്നു. ഞാനുണ്ട്, എൻ്റെ അനിയനുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറേ കുട്ടികളെ കളിക്കാൻ കിട്ടി. ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് അവർ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ കൂടെയൊക്കെ കളിച്ചു. അപ്പോൾ അതിനിടയിൽ ആരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡയറക്ടർ സുരേഷ് കൃഷ്ണ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹമാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞു ഞങ്ങൾ എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് വെക്കേഷൻ അതിന് സേലത്ത് പോയി. ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. നമുക്ക് ആ ചൂടൊന്നും ഒരു വിഷയമല്ല. കാര്യം കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഡെയിലി രാവിലെ എഴുന്നേൽക്കുന്നു, ഞങ്ങൾ കളിക്കുന്നു. അതിനിടയിൽ ഇങ്ങനെ രാജീവ് അഞ്ചൽ സാറ് വിളിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പോയി ഷോട്ടിന് നിൽക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോ ആ സമയത്ത് തിരിച്ചറിഞ്ഞിരുന്നോ കൂടെ അഭിനയിക്കുന്നത് മോഹൻലാലിന്റെ കൂടെയാണ് എപ്പോഴെങ്കിലും? എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ സമയത്ത് വിചാരം ഓക്കെ മധുബാലേട്ടൻ മാത്രമാണ് അതിൽ മെയിൻ ആർട്ടിസ്റ്റ്. കാവേരി ചേച്ചിയുണ്ട്, മധുരേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവരാണ് ഞങ്ങളുടെ കണ്ണിലെ ബിഗ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഒരു ഗോൾഡൻ ഓട്ടോഗ്രാഫ് ബുക്കൊക്കെ വാങ്ങിച്ച് ഞാൻ എല്ലാവരെയും കൊണ്ട് സൈൻ ചെയ്യിച്ചു. അപ്പോൾ പിന്നെ ഒരു ദിവസം ആരോ പറഞ്ഞു ലാൽ സാറ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ലാൽ സാർ ഓരോ കാറിങ്ങനെ വന്ന് നിൽക്കുമ്പോഴും ലാൽ സാറായിരിക്കും. ഞങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യുന്നു. അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ശ്രീനിവാസൻ സാർ ഉണ്ടായിരുന്നു, ഒരുപാട് ആർട്ടിസ്റ്റ്. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ലാൽ സാർ ഇപ്പോൾ വരും. അപ്പോൾ ഈ ഷോട്ടിൽ ഞാനും വേറൊരു പെൺകുട്ടിയുണ്ട്, അനിത എന്ന് പറഞ്ഞാൽ. ഈ ഷോട്ടിലേക്ക് ലാൽ സാർ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ശരിക്കും കണ്ണു കാണാത്ത കുഞ്ഞുങ്ങളാണ്. ശരിക്കും ആ ഷോട്ടിൽ ഇങ്ങനെ ലാൽ സാറ് കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നു വിളിക്കുന്നത്. ഞങ്ങൾ അമ്മ എന്ന് പറഞ്ഞിട്ട് കണ്ണ് കാണാത്തതായിട്ട് അഭിനയിക്കണം. ഇത് ഞങ്ങൾ അറിയുന്നില്ല. ആ ഷോട്ട് കൊളായി. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് സാറ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ മനസ്സിലാക്കിയായിരുന്നു. എന്നിട്ട് സാറ് ചോദിച്ചു കൊച്ചിൻ്റെ പേരിത്, ഈ കൊച്ചിൻ്റെ പേരിത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. മാജിക് അറിയാം. അപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ ഭയങ്കര മാജിക്കൊക്കെ അറിയാവുന്ന ഒരു ചേട്ടൻ. പിന്നീട് നമ്മൾ കാണുന്നത് അതിനുശേഷം അണ്ണൻ തമ്പിയിലൂടെയാണ് ഒരു വരവ് ഉണ്ടാകുന്നത്. അതിനുശേഷം അതുവരെ ആങ്കർ ആയിരുന്നു, സൂര്യ ടി വിയുടെ ആങ്കർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അമൃത ടി വിയിൽ ആങ്കർ ചെയ്തു പാട്ട് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മൂവിയിലേക്കുള്ള ആ ഒരു വരവുണ്ടല്ലോ. പിന്നെ പ്രോഗ്രാം ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ മൂവിയിലേക്ക് തന്നെ ഒരു മടങ്ങി വരവ് നടത്തിക്കളയാം എന്ന് തോന്നാനുണ്ടായത് കാരണം എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു. നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഞാനത് ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ട് അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സും എടുത്തിട്ടില്ല. ഞാൻ അമൃതയിൽ ആങ്കർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, സുബൈർ എന്ന് പറഞ്ഞിട്ട്, വർണ്ണച്ചിത്ര സുബൈർക്ക് പറഞ്ഞിട്ടാണ് ഇതേ കണക്ക് അനിയത്തി ആവശ്യമുണ്ടെന്ന് ആ സെറ്റിൽ നിന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ വിളിക്കുന്നതാണ്. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ റൈറ്റർ ബെന്നിച്ചേട്ടൻ, ഇപ്പം ഞാൻ അതിനകത്തെല്ലാം ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു ട്രേ കാണും, കൊണ്ട് എല്ലാവർക്കും ചായ കൊടുക്കും. പിന്നെ ആ ചായ കൊടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് പോവും. പിന്നെ അതിനകത്ത് എനിക്കൊന്നും ഏതോ 1-2 സീനിലാണ് ഡയലോഗ് തന്നെ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ അച്ഛാ ചായ, ചേട്ടാ ചായ. അപ്പോൾ ബെന്നി പി നായരമ്പലം ബെന്നിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ അച്ഛ എന്ന് പറഞ്ഞത് എഴുതിയില്ലായിരുന്നെങ്കിൽ നീ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് വിചാരിച്ചേനെ. കാര്യം എല്ലായിടത്തും കൊണ്ട് അച്ഛാ ചായ, ചേട്ടാ ചായ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഒരുപാട് തമാശ പറയുന്ന ആളാണ്. നമ്മൾ വായിച്ചറിവും നമ്മൾ കേട്ടറിവും എല്ലാം അങ്ങനെ അല്ല. പക്ഷെ ഒരുപാട് തമാശ പറയും.
എനിക്ക് ചിരിക്കണോ, ചിരിച്ചാൽ എൻ്റെ ദേഷ്യമാവോ, കോമഡി പറയുന്നുണ്ട്, ഞാൻ പേടിച്ച് നിൽക്കുന്ന സമയമാണ്. പക്ഷെ എല്ലാവരോടും ഒരുപോലെ ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എല്ലാം വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു. ആ സമയത്ത് ടോപ്പിൽ നിൽക്കുന്ന ഹീറോയിൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം വലിയ ആൾക്കാരാണ്. അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ ഒരു ടെൻഷൻ അടിച്ചാണ് നിന്നത്. ഇനി എന്താണ് ഇനി എന്താ പറയുക, നമ്മൾ വഴക്ക് പറയോ, നമ്മൾ തിരിച്ച് കാര്യം എല്ലാം ഈ എന്താ പറയുക ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഷോട്ടുകളും സീനുകളും ആയിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പം ആ ഷോട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. വലിയ കുഴപ്പമുണ്ടായില്ല. സിസ്റ്ററായിട്ട് വന്നു. സിനിമ നല്ല സിനിമയായിരുന്നു. അത് ടി വിയിൽ വന്നപ്പോഴത്തേക്കൊക്കെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു അത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വന്നിരുന്നു, ഓക്കെ, അതിനിടയിലും ഒക്കെ പടം വന്നിരുന്നു. ഏതൊക്കെയോ എനിക്കൊരു ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറച്ച് കുറവാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പടം ഓടണം എന്ന് ചിന്തിക്കുന്ന കാര്യം, ഒന്നിലൊരു അടി പറ്റി ഇപ്പോൾ അടുത്തതെങ്കിലും ഓടണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു അൺലക്കി ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് ആൾക്കാർ പറയും. അങ്ങനെ ഞാൻ ചൂസ് ചെയ്യാൻ നിന്ന പടങ്ങളെല്ലാം അതെല്ലാം പ്രശ്നമായിരുന്നു. വേണ്ടാന്ന് വെച്ച പടങ്ങളെല്ലാം നല്ല രീതിക്ക് ഓടി. അതുപോലെ ഇടയ്ക്ക് വന്ന പടം ട്രാഫിക്കിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ രാജേഷ് പിള്ള സാർ അദ്ദേഹം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ ആ സമയത്ത് എനിക്കൊന്ന് തമിഴിൽ ഡയറക്ടർ ഷെൽവയുടെ മൂവിയിൽ അദ്ദേഹം വലിയ ഡയറക്ടർ, അവിടെ അദ്ദേഹത്തിൻ്റെ പടത്തിൽ നായികയായിട്ട് ചെയ്ത സമയമാണ്. അപ്പോൾ നോർമലി നമ്മളൊരു സ്ഥലത്തേക്ക് നായികയായിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ കൂടെ നിന്ന ആൾക്കാർ വലിയ ലെവലിൽ വരും. എന്താ അടുത്ത എവിടെയാ നിൽക്കുന്നത്, ആരാ ഇനി അങ്ങോട്ട് മുന്നോട്ട് പടം വന്ന് അടുത്ത വേറെ ടോപ്പ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ സമയം നമ്മുടെ ഒരു പ്രായം അതാണ്. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. അപ്പം അന്ന് അങ്ങനെയല്ല, അന്ന് ശരിക്കും റിയലി അപ്പോൾ ഞാൻ ഇനി അടുത്ത സ്റ്റാറാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ട്രാഫിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു പേരുണ്ടോ, എൻ്റെ നായകൻ ആരാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഇതിനങ്ങനത്തെ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിന് അങ്ങനെ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹസ്ബൻഡ് ക്യാരക്ടറെങ്കിലും വരുന്നത് ഒരു ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിനാണ്, അല്ലാണ്ട് നായകനില്ല ശിവാനി. പക്ഷേ ഇത് എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നീ ഇത്രയും കാലം കണ്ട പടങ്ങൾ പോലെ അല്ല, ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നായകനില്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് കളഞ്ഞു. അത് പടം ഇറങ്ങിയതിന് ശേഷം എനിക്ക് ശരിക്കും ഞാൻ വെച്ചാൽ എന്തിന് ഞാനിത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് ഒന്ന് കുറേ നാൾ കഴിഞ്ഞ് 2011 ഈ ചൈനടൗണൊക്കെ കഴിഞ്ഞിട്ട് 2011 ഞാൻ കല്യാണം കഴിച്ചു. ആ സമയം IPL കളിച്ചിരുന്ന പ്രശാന്ത് പരമേശ്വരനെ കല്യാണം കഴിച്ചു. കല്യാണത്തിന് മുന്നേ ഞാൻ രാജേഷേട്ടനോട് ഇങ്ങനെ ഇടയ്ക്ക് സംസാരിച്ച് ഞാൻ ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. വളരെ നല്ല അഭിപ്രായം. കാര്യം നിനക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല. ഏത് നല്ല പടം ഏത് മോശം പടം എന്നുള്ള ഒരു എന്താ പറയുക ഒരു വിവരമില്ലാത്തൊരു പെണ്ണാണ്. അതുകൊണ്ട് നീ പെട്ടെന്ന് കല്യാണം കഴിച്ചു നോക്കോ, നിന്നെ ഇവിടെ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല, അങ്ങനെയാണ് നിന്നെ ഇവിടെ ആവശ്യമില്ല, പോയിക്കോ എന്ന് പറഞ്ഞു. തമാശയ്ക്ക് പറഞ്ഞതാണ്. എന്താ പറയുക കയ്യിൽ നിന്നൊക്കെ പടങ്ങൾ പോയിട്ടുണ്ട്. അത് എന്താ പറയുക വേറെ ആർട്ടിസ്റ്റുകൾ ചെയ്തു. അപ്പോൾ അതും പറയണ്ട നമുക്ക്, കുഴപ്പമില്ല. ഇതൊക്കെ പ്രൗഡായിട്ട് പറയാൻ പോയ പടമാണ്, നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് പോയതാ. അതെനിക്ക് നല്ല എന്താ പറയുക എപ്പോഴും ഞാൻ ആ പടം വരുമ്പോഴത്തേക്കും ഞാൻ സ്കിപ്പ് ചെയ്തോളെ, എനിക്ക് കാണണ്ട. അത് ഒരു 2 years ബാക്ക് എനിക്ക് ക്യാൻസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു 2 വർഷം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ 2 വർഷമായിട്ടുള്ളൂ ഞാൻ അന്ന് റിക്കവറായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ആലോചിച്ചു, ആ സമയത്ത് ഒരുപാട് പേരുടെ അവസ്ഥ ഞാൻ കണ്ടു. കാര്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത എന്താ പറയുക ഒരു ശരാശരി മനുഷ്യൻ ഇപ്പോൾ ഇൻഷുറൻസോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ എന്താ പറയുക ഉള്ള സമ്പാദ്യം ഫുള്ള് പോകും. പിന്നെ അവൻ ഒന്നേന്ന് തുടങ്ങാനുള്ള ആരോഗ്യം പലർക്കും കാണില്ല. കാര്യം എല്ലാവരും ഹെൽത്തി ആയിട്ട് റിക്കവറായി വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ അതൊരു റിസ്ക്കാണ്. ചിലപ്പോൾ അയാളായിരിക്കും ആ വീട്ടിലെ ഒരേ ഒരു വരുമാനമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആയിട്ടൊരു കാര്യമില്ല. നമുക്ക് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. ഒരു സാധാരണ മനുഷ്യനായിട്ട് നിന്ന് ഇപ്പോൾ ഞാൻ പറയാം
ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെ അവർക്ക് എന്തുമാത്രം ചെയ്യാൻ പറ്റും, അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. ഒരാളുടെ ചിരി കാണാൻ ഒരു നേരത്തെ ആഹാരം കൊടുത്താലും അതൊരു ടെമ്പററി സൊല്യൂഷനാണ്. നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം എല്ലാത്തിനും. പോവർട്ടി ആണെങ്കിലും എന്താ പറയുക, ഈ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവണം. അതിന് ഞാനിതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. പൊളിറ്റിക്സ് ആണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എന്താ പറയുക, സമാജ്വാദിയുടെ അവരുടെ ഒരു ഐഡിയാസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പക്ഷേ എനിക്ക് ക്യാൻസർ വരുന്നതിന് മുന്നേ കേരളത്തിൽ വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തോന്നിയില്ല. അന്ന് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വേറൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. ഇപ്പം ഞാൻ എല്ലാം സ്വന്തമായിട്ട് ഇപ്പം എനിക്ക് എന്താ പറയുക, രാജേട്ടൻ പറഞ്ഞ പോലെയല്ല, കുറച്ച് ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുണ്ട്. സോ ഞാൻ അതെ 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 ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം സംസാരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ബ്രദറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കളിയാക്കി പറഞ്ഞു, ഇനി വന്നാൽ മതി അടിയും തരുമെന്ന് പറഞ്ഞു. തമാശയ്ക്ക് പറഞ്ഞതാ. ഒരു എന്താ പറയുക, നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ചേട്ടൻ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു മനുഷ്യസ്നേഹിയാണ്. ഒരാളുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ അദ്ദേഹം എടുക്കും. ഞാനിപ്പോൾ ഈ സമാജ്വാദിയിൽ നിന്നിട്ട് BJP ഞാൻ പറയുന്നത് ആക്ടറായ സുരേഷ് ഗോപി അല്ലെങ്കിൽ ഒരു വ്യക്തിയായ സുരേഷ് ഗോപിയെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. കാര്യം ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ബുള്ളറ്റ് സിനിമയിൽ ഞാൻ അണ്ണൻ തമ്പി കഴിഞ്ഞ് നേരെ ആ ലൊക്കേഷനിൽ നിന്ന് നേരെ ഈ ലൊക്കേഷനിലേക്കാണ് വരുന്നത്, വീട്ടിലേക്കല്ല പോയത്. അതുകൊണ്ട് തന്നെ ആ ഫിയറൊക്കെ, മമ്മൂക്കനെ കണ്ട് ഞാൻ ഇവിടെ വരുന്നു നേരെ സുരേഷ് ഗോപിയുടെ ഫ്രണ്ടിൽ. മൊത്തത്തിൽ ഞാൻ എൻ്റെ കിളിയൊക്കെ പറഞ്ഞാണ് ഞാൻ നിന്നത്. പക്ഷെ അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എപ്പോഴും എന്താ പറയുക, നമ്മളൊരു സീനിൽ അവർ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അത് ഒരു വ്യക്തിയാണ്, ഏത് പാർട്ടിയിലുള്ള ആളോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഏതൊരു വ്യക്തിയോ ആയിക്കോട്ടെ, ഒരു മനുഷ്യന് അങ്ങനെ പറയാൻ പാടില്ല. ഈ ഇപ്പോൾ കമൻസ് എടുത്ത് എല്ലാവരും പറയും, ഷോനി ഇപ്പം ഇന്ന് ഇത് ഇൻ്റർവ്യൂസ് കൊടുത്ത സ്ഥിതിക്ക് കമൻസ് നോക്കാൻ പാടില്ല. ഞാൻ കമൻസ് നോക്കും, ഞാൻ എല്ലാ കമൻസും നോക്കും. ഒരു 20% കമൻസ് കാണുമ്പോഴത്തേക്കും നമുക്ക് വിഷമം തോന്നും. അതായത് ഒരു പെണ്ണോ ആണോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൽ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. ഞാൻ ഫസ്റ്റ് ആലോചിക്കുന്നത് വെച്ചാൽ, ഈ കമൻ്റ് ഇടുന്ന നിൻ്റെ വീട്ടുകാരിത് കാണുന്നില്ലേ? അപ്പം നിൻ്റെ സംസ്കാരമല്ലേ അവർ, നിൻ്റെ കുഞ്ഞോ അല്ലെങ്കിൽ നിൻ്റെ അനന്തരവളോ ആരെങ്കിലും കാണുമ്പോഴത്തേക്കും അമ്മാവൻ്റെ സംസ്കാരം ഇതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ എന്താ പറയുക, മകനൊക്കെ അവന് എന്താ പറയുക കുഞ്ഞാണ്, അവൻ 11 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടുകാർ, അമ്മ എല്ലാം വായിക്കുമ്പോൾ അവർക്ക് എന്ത് വിഷമം ഉണ്ടാവും. ഞാൻ നിസ്സാരമായിട്ട് ശരി 2 പടത്തിൽ അഭിനയിച്ചുവെങ്കിൽ പിന്നെ സമാജ്വാദിയിലേക്ക് കയറാം എന്ന് പറഞ്ഞു വന്ന ആളല്ല ഞാൻ. ഇത്രയും വർഷം പഠിച്ചു, അതിനുവേണ്ടി വർക്ക് ചെയ്തു, ഏകദേശം 3 മാസ്റ്റേഴ്സും ഒരു ഡോക്ടറേറ്റും എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഒരു ജേണി ഉണ്ട്, ഒരു കഷ്ടപ്പാടുണ്ട്. ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, സിനിമ ഒരുപാട് കാശ് തരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് വേണ്ടി ഇവിടെ നിന്നില്ല. ഇപ്പോൾ ഒരാളുടെ കഷ്ടപ്പാടാണ് എന്താ പറയുക. ഇപ്പം എന്താ പറയുക, ആരും ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്താ പറയുക ഒരു പൊസിഷനിലേക്ക് വന്ന ആൾക്കാരല്ല. എല്ലാവരും അതിൻ്റേതായ എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് വന്ന ആളുകളാണ്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് നല്ലോണം വിഷമം വരും. അതുപോലെ ഇപ്പോൾ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ചൈന ടൗൺ എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ സെറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞതുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഓക്കെ, ഇതിന് എനിക്ക് ഇത് ചോദ്യം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് സംഭവം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ഞാനിത് പറഞ്ഞതിന് ശേഷം 1-2 നടന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവരങ്ങ് ഉറപ്പിച്ചു, മീഡിയക്കാരും ഉറപ്പിച്ചു, ജനങ്ങളും ഉറപ്പിച്ചു, ഇത് തന്നെ ആയിരിക്കും. ഞാൻ ചൈന ടൗണിൽ ആ മനുഷ്യൻ ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് കണ്ടെന്നാണ് പറഞ്ഞത്. ചൈന ടൗണിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ പടങ്ങളും എടുത്തു വെച്ച് നോക്കി അതിൽ കോമൺ ആയിട്ട് ഒരാളുണ്ട്, ഓക്കെ ഇയാൾ തന്നെയാണെന്ന് ഞാനാണ് പറയേണ്ടത്. എനിക്ക് പറയാൻ താല്പര്യമില്ലാത്ത എന്തുകൊണ്ടാണ്? എനിക്കതിപ്പോൾ ഇഷ്യൂ അല്ല. കാര്യം അന്ന് അത് സോൾവ് ചെയ്ത കാര്യമാണ്. നല്ലൊരു കാര്യം നടന്നു. കാര്യം നമുക്ക് സപ്പോർട്ട് ഉറപ്പായിട്ടും സിനിമയിൽ സപ്പോർട്ടുണ്ട്. 90% ആളുകൾ നല്ലതാണെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പറയാതെ നിവർത്തിയില്ല. ഇത് പറഞ്ഞാലല്ലേ എനിക്ക് എന്താ പറയുക, ആശീർവാദ് അല്ലെങ്കിൽ എന്താ പറയുക ലാൽ സാർ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റും.
കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള നമ്മളെ ഇത്രയും കാലം എൻ്റർടൈൻ ചെയ്തൊരു മനുഷ്യനെ പറ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന എന്താ പറയുക കാര്യങ്ങളുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ വന്നു, കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു, 2 3 അങ്ങനെ 3 ദിവസത്തേക്ക് ഇരുന്നതാണ്. എനിക്കറിയില്ല, ഓക്കെ ശരിയായിരിക്കും, കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ആ സീൻ എടുക്കാൻ പറ്റില്ല, എന്താ പറയുക ഇന്ന് നേരത്തെ പാക്കപ്പായി. അപ്പോൾ ആ റീസൺസ് എല്ലാം ഞാൻ കേൾക്കുന്നത് നമുക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടതാണ്. ലാസ്റ്റ് ആൻ്റണി പെരുമ്പാവൂർ അനുചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പോഴും ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ശരി, ലാൽ സാർ അറിഞ്ഞിട്ടില്ല. ഞാൻ 3 ദിവസവും അവിടെ ഉണ്ടായിരുന്നതായി ലാൽ സാർ അറിഞ്ഞിട്ടില്ല. 3ാമത്തെ ദിവസമാണ് അദ്ദേഹം അറിയുന്നത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നമ്മളെ സെറ്റിൽ വന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വ്യക്തിയെ നമ്മൾ വിഷമിപ്പിച്ച് അയക്കാൻ പാടില്ല, ഇൻസൾട്ട് ചെയ്ത് അയക്കാൻ പാടില്ല. ഉറപ്പായും അവരെ എന്താ പറയുക അതിൽ അഭിനയിച്ചിരിക്കണം. അത് മാത്രമല്ല അവർക്ക് നമ്മളൊരു അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആരെയും സങ്കടപ്പെടുത്തി ആരെയും മനസ്സ് വിഷമിപ്പിച്ച് നമ്മളൊരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവർക്ക് പല കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കും, അതിലൊന്നും എന്താ പറയുക നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, അവരഭിനയിപ്പിച്ചേ തിരിച്ചു വിടാമെന്നുള്ള ലാൽ സാറിൻ്റെ ഇടപെടൽ. അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനതിൽ അഭിനയിച്ചത്. എല്ലാ കാലവും എനിക്ക് നന്ദിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിലോ, ആലോചിച്ച് നോക്ക്, ഇന്ന സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ട നടിയാണ്, എന്താ പറയുക പല റീസൺസും ആൾക്കാർക്ക് മെനഞ്ഞെടുക്കാം. അവർ പറയുന്ന റീസണൊന്നും ആയിരിക്കില്ല, 100 റീസണുകൾ അവർക്ക് പറഞ്ഞെടുക്കാം. അത് മുന്നോട്ടുള്ളതിനെ ബാധിക്കുമായിരുന്നു. പൊന്നു മോളെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ അനിയനോ ആരെങ്കിലും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ സെറ്റിൽ പോകുന്നത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ ആ സ്പോട്ടിൽ പറയും. എന്താ പറയുക, ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കും പറയുന്നത്, ചിലപ്പോൾ സൗമ്യമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ എൻ്റെ പ്രശ്നം അത് അവിടെ കഴിഞ്ഞു. പിന്നെ ഞാനെന്ന് എന്താ പറയുക, എനിക്കിപ്പോൾ ഒരു 19 വയസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിക്കുക. കാര്യം അദ്ദേഹം രാവിലെ വളരെ കാര്യമായിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു. അതിലൊരു എന്താ പറയുക ഒരു എന്തെങ്കിലും കളതരമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ എന്താ പറയുക നമുക്ക് ചൈന ടൗണിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വിഷമം വന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഒരു നടൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞ് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എല്ലാം വയ്ക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. ആരുടെയൊക്കെയോ ഫോട്ടോയാണത്. ഞാൻ ഒരാളുടെ പേര് ഒരിക്കലും സുരാജേട്ടനെ പറയണ്ട. കാര്യം വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാര്യം ഒരു എന്താ വെച്ചാൽ ആരോ പറഞ്ഞു ട്രിവാൻഡ്രത്ത് സുരാജേട്ടൻ മാത്രമേ ഉള്ളൂ. ഞാൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു സ്ഥലമേ പറഞ്ഞിട്ടില്ല. ട്രിവാൻഡ്രം എൻ്റെ നാടാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അനാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വലിച്ചഴയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇനി അതേപോലെ ഞാനിപ്പോൾ എന്താ പറയുക വ്യക്തമായിട്ട് ഒരാളല്ല എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും എൻ്റെ പേരിൻ്റെ എന്താ പറയുക ഞാൻ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരിക്കലും പറയാം. ഞാനൊരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വീണിട്ടില്ല. ഇപ്പം ആളുകൾ ഗസ് ചെയ്തെടുക്കുകയാണ്. ഇന്ന പടങ്ങളിൽ 2 പേരും ഞാൻ ചൈന ടൗണിൽ അദ്ദേഹം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞോ? ഞാൻ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ഇവർ എന്താ പറയുക അണ്ണൻ തമ്പിയിൽ അദ്ദേഹത്തിന് കുഞ്ഞ് അഭിനയിച്ചിരുന്നു, മമ്മൂക്കയുടെ കുഞ്ഞായിട്ട് അഭിനയിച്ചിരുന്നു. ഞാനൊരിക്കലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അതൊരു എന്താ പറയുക ഞങ്ങളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ ഹോട്ടലിൽ എനിക്ക് തോന്നുന്നത് അവിടെ എന്തോ ഡ്രിങ്ക്സ് പാർട്ടി എന്തോ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് ചെയ്തതായിരിക്കാം. എന്താണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തായിരുന്നു. ഞങ്ങൾ പിറ്റേന്ന് അത് റിപ്പോർട്ട് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കണ്ടായിരുന്നല്ലോ. ആദ്യത്തെ 2 വർഷം കണ്ടില്ല, 3ാമത്തെ വർഷം കണ്ടായിരുന്നു. എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞൊരു സംഭവമാണ്. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അപ്പം പ്രതികരിച്ച് കഴിഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് പ്രതികരണശേഷി ഉണ്ടാവണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കണം. അല്ലാതെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ എന്നോട് 1-2 ചാനൽ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് പരാതി കൊടുക്കുന്നത്? എനിക്ക് പരാതി ഇല്ല. എൻ്റെ പരാതി അന്നേ കഴിഞ്ഞായിരുന്നു. കാര്യം ഞങ്ങളുടെ അത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാ, എന്താ പറയുക നമ്മളെ സഹായിച്ച ആളുകളുടെ കാര്യം മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിയെ പറ്റി വളരെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ല ആളുകളും ഉണ്ട് എന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ ഇൻസിഡൻറ്റ് പറയണമെങ്കിൽ ഇത് പറയാതെ ആ ഇൻസിഡൻറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് പരാതിയില്ല.
വെറുതെ കോളുകൾ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും പറഞ്ഞതായിട്ട് അനുഭവം ഉണ്ടോ? ഇപ്പൊ കൂടെയുള്ള നടിമാർ ഇപ്പൊ പലരും പറയുന്നു, പലരും പറഞ്ഞതായി അറിവുണ്ടായിരുന്നു എല്ലാ എന്താ പറയാ ചില പടങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെ ചോദിക്കും, എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ചോദിച്ചില്ല. ഞങ്ങൾ കഥകൾ കേട്ടിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയമാകാത്തത് കൊണ്ട് മാത്രം ഒഴിവാക്കപ്പെട്ട സിനിമകളുണ്ടെന്നാണ് പല നടിമാരും ഇപ്പം പറയുന്നത്. എനിക്കറിയില്ല, ഒരു ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും അല്ലെങ്കിൽ ഒരു കംഫർട്ട് ലെവൽ നോക്കിയിട്ട് ആക്ടറുടെയൊക്കെ തീരുമാനമാണ് എന്താ പറയുക നടന്മാരും നടിമാരും ആരൊക്കെ വെക്കണം എന്ന് അവർക്കൊരു തീരുമാനം ഉണ്ടായിരിക്കുമല്ലോ. ആ പ്രൊഡ്യൂസർ അയാളുടെ കാശാണ് മുടക്കുന്നത്, അയാൾക്ക് തീരുമാനിക്കും ആരാ വെക്കണം വെക്കേണ്ട എന്നുള്ളത്. അപ്പോൾ അയാൾ വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ വേണ്ടി എനിക്ക് പടം കിട്ടിയേ പറ്റുള്ളൂ എന്ന്. ഞാനിത് കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ 5-6 പടങ്ങളെല്ലാം തന്നെ വലിയ ആർട്ടിസ്റ്റുകളുള്ള പടങ്ങളാണ്. ഇത് അവരുടെ ഡേറ്റ് കറക്റ്റ് ആവുമോ, ഇതെന്ന് തുടങ്ങാൻ പറ്റും, ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്ത് ഇതൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഉറപ്പായിട്ടും എനിക്ക് രാജിവെച്ചതിനോട് ഒരു കൂട്ടരാജിയോട് എനിക്ക് താല്പര്യം തോന്നിയില്ല. കാര്യം എന്തിനു ചെയ്യണം, കാര്യം അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള സ്ഥിതിക്ക് അവർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്താന്ന് മീൻസ് ഒരു അറിയില്ലല്ലോ, നമുക്ക് ഇതിനകത്ത് എന്ത് നടന്നു. ഞാൻ കരാമയുടെ മെമ്പറല്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇതിനകത്ത് എന്ത് നടന്നു എന്നുള്ളത്. പക്ഷേ രാജിവെച്ചതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് തോന്നിയില്ല എന്തിനാ ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ രാജിവെച്ചാലും കുറ്റം, രാജിവെച്ചില്ലേലും കുറ്റം. രാജിവെച്ചാൽ എന്ത് പറയും, ഇവരുടെ പേരിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം കുഞ്ഞു ചോദിച്ചില്ല, ആ ചോദ്യം പോലെ തന്നെ ഇവരുടെ പേരിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവർ രാജിവെച്ചത്. രാജിവെച്ചില്ലെങ്കിൽ പറയും ഇവരെന്തിനാ ഇങ്ങനെ രാജിവെക്കാതിരിക്കുന്നത്, രാജിവെച്ച് ഈ പ്രശ്നം ഒതുക്കുമെന്ന് പറയും. എപ്പോഴും എല്ലാത്തിനും ഒക്കെ എന്താ പറയുക 2 സൈഡ് പറയും ആൾക്കാർ, നമുക്കൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു നടൻ്റെ പേര് എനിക്ക് എടുത്ത് പറയാൻ തോന്നാതിരുന്നത്. ഓക്കെ, നമ്മൾ ഇതൊരു ഫാമിലിയാണ്, എന്താ പറയുക സിനിമ ഒരു ഫാമിലിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫാമിലിയിൽ തന്നെ നിർത്തി അതങ്ങ് അവിടെ തീർക്കേണ്ടതാണ്. അത് എടുക്കാനുള്ള കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് എത്തേണ്ട ചെവിയിൽ എത്തുമ്പോഴത്തേക്കും അതിന് പരിഹാരം ഉറപ്പായിട്ടും ഉണ്ടാവും. അത് എത്തേണ്ട ചെവിയിൽ എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് വിഷമം തോന്നി. കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കണ്ടത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരാളെ കാണുമ്പോഴത്തേക്കും അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ളത് ഞാൻ കാണുന്ന ലാൽ സാർ എന്ന് പറഞ്ഞാൽ മുഖം കുനിച്ച് അങ്ങ് നടന്നു പോകും, ആരോടും അങ്ങോട്ട് കയറി ഇടിച്ചിട്ട് കയറി മിണ്ടയോ ഒന്നും ചെയ്യാത്ത ഒതുങ്ങി ഒരു സ്ഥലത്ത് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ലാൽ സാറിനെ കണ്ട ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ലാൽ മീഡിയയിൽ ഞങ്ങൾ ഡബ്ബിങ്ങിന് പോയ സമയത്ത് ലാൽ സാറ്, ഞാൻ ഇവിടെ ഒരു കൗച്ചിലിരിക്കുകയാണ്, അപ്പോൾ ലാൽ സാറ് അതുവഴി പോയി. സ്വാഭാവികമായിട്ട് കാണുമ്പോൾ ബഹുമാനത്തിൽ ഞാൻ എഴുന്നേക്കും. ഞാനൊരു പ്രാവശ്യം എഴുന്നേറ്റു. ലാൽ സാറ് പിന്നെയും ദൂരെ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു ബഹുമാനത്തിലാണ് നമ്മളിങ്ങനെ എഴുന്നേക്കുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽ സാറിൻ്റെ സ്റ്റാഫിലാരോ എൻ്റെ അടുത്ത് പറഞ്ഞു, ശിവാനി നീ ഇങ്ങനെ എഴുന്നേക്കണ്ട, എപ്പോഴും എഴുന്നേൽക്കുമ്പോഴത്തേക്കും ലാൽ സാറിന് തന്നെ അയ്യോ നമ്മൾ എന്നെ കാരണം ഒരാൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റല്ലോ, അയാളെ നീ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് ലാൽ സാർ വേറെ വഴി കൂടെ പോകുന്നു, അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പലരും പറയുന്നത് ഷോയ്ക്ക് പോയ സമയത്തൊക്കെ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലടക്കം. ഇപ്പോൾ ഇടവേള മണിയമ്പിള്ള രാജ്യങ്ങൾക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ വലിയ ബാബുചേട്ടൻ്റെ ഇടവേള ബാബുചേട്ടൻ്റെ ഷോ, ഞാൻ ഫാഷൻ ഷോ, ഞാൻ ഷോ സ്റ്റോപ്പറായിട്ട്, ഞാനും പ്രശാന്ത് എൻ്റെ ഭർത്താവും ഷോ സ്റ്റോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിനെ അറിയാം. എൻ്റെ ഹസ്ബൻഡിന് വളരെ കാര്യം, ഇദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് IPL ഇദ്ദേഹം CCLൻ്റെയൊക്കെ മാനേജറായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഞാൻ അവിടെ എന്ന് വെച്ചാൽ ഫാഷൻ ഷോ അല്ലേ, എന്തുമാത്രം പെൺകുട്ടികളാണുള്ളത്. അദ്ദേഹം അങ്ങനെ ഒരു ഷോ ഡയറക്ടറായിരുന്നു. ഞാനവിടെ പോയിരുന്നു. ഞാനൊന്നും കണ്ടിട്ടില്ല അങ്ങനെ. ഇപ്പോൾ ഈ പറയുന്ന ആരോപണം വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, കാണാത്തത് എങ്ങനെയാണ് ഞാൻ പറയുന്നത്. 1-2 പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്താ പറയുക, എല്ലാവരും നമ്മൾ എന്താ പറയുക പുണ്യാളന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവരും ഒരുപോലെയാണോ? എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണോ? മനുഷ്യരിൽ തന്നെ
എന്താ പറയുക, തെറ്റും ശരിയും എല്ലാം ഉണ്ടാവാറില്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ, ഞാൻ ഒരാളെ കുറ്റം പറയണമെങ്കിൽ ഞാൻ അത്ര ക്ലിയർ ആയിരിക്കണം. ഞങ്ങൾ എന്താ പറയുക 100% ഞാനൊരു നന്മ മരമാണെങ്കിൽ മാത്രമേ ഞാൻ ഒരാളെ അടുത്തേക്ക് പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. ഇയാൾ തെറ്റാണ്. ആരൊക്കെയൊക്കെയാണ് ഇരുന്ന് എന്താ പറയുക കമൻറ്റ് ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, പോസ്റ്റ് ഇടുന്നു, എന്താ പറയുക മലയാള സിനിമ തകരണം, ഇവരാരും കണ്ട മൈൻഡ് ചെയ്യരുത്, പിന്നെ ചിലർ തുല്യവേതനം വേണമെന്ന് പറയുന്നു. മുടക്ക് മുതൽ ആർക്കാണോ തിരിച്ചെടുക്കാൻ പറ്റുന്നത് അയാൾക്കാണ് അത്രയും ശമ്പളം കൊടുക്കുന്നത്. ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന പൈസ ഇപ്പോൾ എന്താ 20, 30 എത്ര കോടി വേണമെങ്കിൽ ആ 40 കോടി അല്ലെങ്കിൽ 30 കോടി തിരിച്ചാരാണോ ഇടുന്ന പൈസ ആർക്കാണോ തിരിച്ചെടുക്കാൻ കഴിയുന്നത് അയാൾക്കല്ലേ കാശ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ തുല്യത എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ തുല്യത വേണമെങ്കിൽ ഇപ്പോൾ 75% ക്രൂ എന്ന് പറയുന്നത് ആണുങ്ങളാണ്, 25% ആണ് സ്ത്രീകൾ വരുന്നത്. അതിൽ മോസ്റ്റ്ലി ഉള്ള ഇപ്പോൾ യങ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് നായികയായിട്ട് തന്നെ അഭിനയിക്കണം. അവരതിൽ കുറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒന്നിലേക്ക് ഇറങ്ങി വരുന്നില്ല. അങ്ങനെ നമ്മൾ 75% ആണുങ്ങളുള്ള സ്ഥലത്ത് എന്താ പറയുക ഇങ്ങനെയുള്ള പരാതികൾ ഡെഫിനറ്റ്ലി വരും. ഇപ്പം നാളെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ത്രീകൾ തയ്യാറാവണം ക്യാമറ പിടിക്കാനും എഡിറ്റ് ചെയ്യാനും എന്താ പറയുക ഇതുപോലെ ഫിനാൻസ് കൺട്രോളർ ആവാനും ഒക്കെ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, സോഫിയ പോളുണ്ട്, സാന്ദ്രയുണ്ട്. അപ്പം അവരെല്ലാം എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള വിമൻ ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പ്യൂൺ മുതൽ മാനേജർ വരെ ഉള്ളത് സ്ത്രീകൾ ഇരിക്കുന്നില്ലേ ആ പോസ്റ്റുകളിൽ. അതുപോലെ സിനിമയിലും എല്ലാവരും ഇറങ്ങി വന്നാലേ ആ തുല്യത എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആണുങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് നമുക്ക് ഇൻഡയറക്റ്റ്ലി പറയാം. നമ്മളിത് പിടിച്ചു വാങ്ങുകയല്ല വേണ്ടത്, സ്ലോലി നമ്മൾ ഇതിലേക്ക് വരണം. എന്തോരം ഭംഗിയായിട്ട് എഴുതാൻ കഴിയുന്ന റൈറ്റേഴ്സ് ഉണ്ട് സ്ത്രീകൾ. അപ്പം ഇവരെല്ലാം വരണം. ഇവർ വരണം എന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം, ഡയറക്ടേഴ്സ് ഉണ്ടാവണം, അവർക്കൊരു കൈ കൊടുക്കാൻ ആളുകളുണ്ടാവണം. അപ്പം രണ്ട് കൂട്ടരും ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ രണ്ട് പേരും വരുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ പറയുന്നു റൈറ്റർ വരണം എന്ന് വെച്ചാൽ അവരാലോചിക്കും അതിന് ഞങ്ങൾക്ക് ചാൻസ് കിട്ടണ്ടേ. അപ്പം ചാൻസ് കൊടുക്കണം. നല്ല കഴിവുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഞാൻ ആണുങ്ങളെ കുറ്റം പറയുന്നതല്ല, പക്ഷേ സ്ത്രീകൾക്ക് പൊതുവെ എന്താ പറയുക ബെറ്റർ ആണ്. അവർക്ക് ഒരു കാര്യത്തിൽ അവർ ബെറ്ററായിട്ട് നമ്മളൊരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഭംഗിയായി തീർക്കും. അതിലൊരു എന്താ പറയുക ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് അവർക്കൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളെക്കാളും ഭംഗിയായൊരു വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടരാണ് സ്ത്രീകൾ. അപ്പം എല്ലാത്തിലും വരണം. എന്താ പറയുക ഞാൻ പറഞ്ഞില്ല എഡിറ്റിങ്, മേക്കപ്പ്, എല്ലാത്തിലും മേക്കപ്പ് ഉണ്ട്. ഇപ്പോൾ ലേഡീസ് വരുന്നുണ്ട്, പേഴ്സണൽ മേക്കപ്പ് വുമൺ അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സറായിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്കും മേക്കപ്പ് വുമൺ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയിൽ പെണ്ണിൻ്റെ പേര് നമ്മൾ കാണുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അവർക്കൊക്കെ എതിരെ ഇപ്പോൾ ആരോപണങ്ങളും അതുപോലെ തന്നെ ഈ നെഗറ്റിവിറ്റിയും എല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊരു അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ നടിമാരായതുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള കമന്റുകൾ അവർക്കെതിരെ ഇപ്പൊ എന്തിനാ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കും നിങ്ങളിത് പറയുന്നത് എന്ന തരത്തിലുള്ള കമന്റുകളും അതുപോലെ പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നതും അതുകൊണ്ടായിരിക്കും. പരാതി വന്നതിൽ ഒരു 100%-ൽ ഒരു കുറച്ച് പെർസെൻറ്റേജ് ആളുകൾ ഇതിനകത്ത് ജെനുവിൻ അല്ലാത്ത ആളുകളുണ്ട്. ഞാൻ 100% ജെനുവിൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കണ്ടില്ല. ഓക്കെ, പക്ഷെ അവർ സംസാരിക്കുന്നതാണെങ്കിലും അവർ പിന്നെ മാറ്റി പറയുന്നതാണെങ്കിലും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് ജെനുവിനിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് പേര് അതിൽ ജെനുവിൻ അല്ലാത്ത കേസുകളുണ്ട്. അപ്പം നമുക്കങ്ങനെ മൊത്തത്തിൽ നിരുത്സാഹപ്പെടുത്തണ്ട. പക്ഷേ നിരുത്സാഹപ്പെടുത്തുന്ന ആരാണ്? മീഡിയ തന്നെ അവരെ വാഴ്ത്തും, മീഡിയ തന്നെ അവരെ തള്ളിയിടും അല്ലേ. ഗംഭീരം എന്ന് പറഞ്ഞ് കൈയടിച്ച് കാര്യം ട്രെൻഡിങ്ങിൽ പോകണം. ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു സാധനത്തിനെ അവർ പ്രോത്സാഹിപ്പിക്കും. ആ ട്രെൻഡിങ് മാറുമ്പോഴത്തേക്കും അവരെ നേരെ ടപ്പാന്ന് പറഞ്ഞിട്ട് താഴെ ഇടും. ഇത് തന്നെയല്ലേ നടക്കുന്നത്. അതിനുശേഷം ഫീൽ ചെയ്തിരുന്നോ ഈ തുറന്നു പറച്ചിലുകൾ ഇത്തരത്തിൽ നടത്തുമ്പോൾ എപ്പോഴെങ്കിലും ഇത് എന്നെ കൂടി ബാധിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുമ്പോൾ ഇനി കൂടുതൽ ഇതെന്നെ ബാധിക്കുമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ സിനിമ എൻ്റെ ചോറായി ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് കിട്ടുമ്പോൾ ചെയ്യാം, അവസരം വരുമ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർ വിളിച്ചാൽ ചെയ്യാം, ഇല്ലെങ്കിൽ
വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്രിക്കറ്റ് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റിൽ ഞാൻ അതിൻ്റെ മീഡിയ ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. യു എസ് T10 ഞാൻ ചെയ്തു, ഗൗതം ഗംഭീറിൻ്റെ ടീമിൻ്റെ മീഡിയ ഡയറക്ടറായിട്ട് ചെയ്തു. അതുപോലെ അമേരിക്കൻ പ്രീമിയർ ലീഗ്, അതിൻ്റെ യൂത്ത് പ്രീമിയർ ലീഗ്, അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താ പറയുക, ഡിസേബിൾഡ് ആയിട്ട് ഉള്ള ആളുകളുടെ വീൽ ചെയർ ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അപ്പം നമ്മൾ ഒരു മേഖല മാത്രമൊന്നും അല്ല ഉള്ളത്. ഈ അടിച്ച് പിടിച്ച് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെയൊന്നും ഒരാൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രയെന്നും പറഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കും. ഞാൻ ഒരു സമയത്ത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സമയത്ത് എനിക്ക് സിനിമ ഇല്ലായിരുന്നു. അതിന് വേണ്ടി ഓവർ എഫേർട്ടൊന്നും ഞാൻ ഇടാൻ പോയില്ല. ഞാൻ ആ സമയത്ത് പഠിക്കുകയായിരുന്നു. ഉണ്ടായിരിക്കാം, അവർക്ക് താല്പര്യമില്ലായിരിക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കേസ് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല, കാര്യം എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ ഒരാൾക്ക് വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മളിപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കി, ഓക്കെ, ഇതാ എന്നെ ആ പടത്തിൽ നിന്ന് അവരൊഴിവാക്കി, തിരിച്ചെന്നെ ആ പടത്തിലേക്ക് കയറ്റുമെന്ന് പറയാൻ പറ്റുമോ? ആ പണം മുടക്കുന്ന ഒരാളുടെയും ഡയറക്ടറുടെയും ഒക്കെ ഇഷ്ടമാണ് ആരെ വെക്കണമെന്നുള്ളത്. അവർ വെച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പരാതിപ്പെടാൻ പറ്റും? എന്താ അതിനുള്ള സൊല്യൂഷൻ? നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ പടത്തിൽ എടുക്കണമെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ മുന്നേയുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു, Me Too ഒക്കെ ഭയങ്കര വിവാദമായിരിക്കുന്ന ഒരു സമയമില്ല, എഴുതിയ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇത് പറയുന്നത്? ഇപ്പോൾ ആ ആരോപിക്കപ്പെടുന്ന ആളൊരു കുടുംബമായോ അല്ലെങ്കിൽ പേരക്കുട്ടിയായിട്ടൊക്കെ കഴിയായിരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇത് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റ് ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് ഇത്ര തവണ ഇങ്ങനെ ശാരീരികമായി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെ ആളുകൾ തുറന്നു പറയുന്ന ഒരു സമയം വരുമ്പോഴായിരിക്കില്ലേ അവരത് പറയുന്നുണ്ടാവുക. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ അതിന് എന്താ പറയുക, എല്ലാവരും നേരെ ഓടിയപ്പോൾ ഞാനൊന്ന് തിരിച്ചു ഓടാൻ തോന്നിയത് അതുകൊണ്ടാണ്. കാര്യം ഇപ്പോൾ ഈ പറയുന്ന ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോൾ ഒരു 25 വയസ്സായിരിക്കും. 25 വയസ്സിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ ഒന്ന്, ഇവർ കല്യാണം കഴിച്ച് കുഞ്ഞായി ആ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു കാര്യം, Me Too ഇന്ന ആൾ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അയാൾ എന്താ പറയുക, ഏതോ ഒരു കാലത്ത് ചെയ്ത ഒരു തെറ്റിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അയാളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അയാളെ മാത്രമല്ല, അയാളുടെ കുടുംബം, ആ സ്കൂളിൽ പോകുന്ന കുഞ്ഞ്, അവൻ വളർന്നു വരുന്ന എന്താ പറയുക, ഇനി ഫ്യൂച്ചറിൽ അവൻ എന്താവും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് നമ്മൾ മാനസികമായിട്ടുള്ള പീഡിപ്പിക്കുന്നത്. മോളെ, സൊല്യൂഷൻ ഉണ്ടാവാത്ത പ്രശ്നങ്ങളുണ്ടോ? നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ലേ മനുഷ്യർക്ക്? നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടല്ലോ. പക്ഷേ ആ ഒരു ആളുടെ പേര് ഞാൻ എൻ്റെ സൈഡ് ഇതാണ്, അയാൾ മാറിയിട്ടുണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? അയാൾ ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എന്താ ഉറപ്പ്? ഓരോ മനുഷ്യരുടെ സാഹചര്യം അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെ ഇതൊക്കെ മാറും. നമ്മൾ പോകെ ഒരു മനുഷ്യൻ എന്താ പറയുക, പയ്യെ റിഫൈൻഡായി വരും. അവരുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. എൻ്റെ സ്വഭാവം ഇതല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുമായിരുന്നു. എനിക്ക് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ മൈൻഡ് ചെയ്തിരിക്കുന്നൊരു സമയമുണ്ട്. ഇപ്പം അതല്ല. ഇപ്പോൾ ഞാനൊരു എന്താ പറയുക, ജീവിച്ച് കയറി വന്നതിന് ശേഷം എനിക്ക് ഒരു കുഞ്ഞെ നോവിക്കാൻ തോന്നില്ല. എനിക്ക് ഒരാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഞാൻ അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ, അപ്പോൾ തന്നെ ഞാൻ അതിന് എന്താ പറയുക, മാപ്പ് ചോദിക്കും, അല്ലെങ്കിൽ അത് ഞാൻ കോംപ്രമൈസ് ചെയ്തോടും. അപ്പം അതാണ് ഓരോ ആൾക്കാരും, നമുക്ക് അറിയില്ലല്ലോ, എന്നേലും ചെയ്തൊരു തെറ്റിന് ഇപ്പം ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ? എത്ര കാലമുണ്ട് ഒരു മനുഷ്യൻ, എത്ര കാലം ജീവിക്കും? അപ്പോൾ അതിനിടയിൽ എന്തിനാണ് ഈ വഴക്ക്, വയ്യാവലി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? പറയാനുള്ളത് അപ്പം പറഞ്ഞ് തീർത്ത് വിടുക, അത്രയേ ഉള്ളൂ. പിന്നെയും നമ്മളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ കിടക്കേണ്ട സ്ഥലം ജയിലാണ്. നേരെ എന്താ പറയുക, കംപ്ലൈൻറ്റ് കൊടുക്കുക, എന്താ പറയുക, അവനെ പിടിച്ചാത്തിരിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് കഴിഞ്ഞൊരു വിഷയം, ഇത്രയും വർഷത്തിന് ശേഷം കുട്ടിയും കുടുംബമൊക്കെ ഉള്ള ആളുകളായിരിക്കാം. അവരെ ഞാൻ എന്തിനാണ് ദ്രോഹിക്കുന്നത്? ഞാൻ ഒരാളിനെ ഞാൻ തീർത്ത ഒരു പ്രശ്നമാണ്, അയാളെ പിന്നെയും ഞാൻ സൊസൈറ്റിയിലേക്ക് വലിച്ചിട്ട് കൊടുത്ത് എന്താ പറയുക, പിച്ചിക്കീറാൻ ഞാൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ കഴിഞ്ഞതാണ്. എനിക്ക് എന്നെ നോക്കാൻ അറിയത്തില്ലേ? എനിക്ക് നോ പറയാൻ അറിയത്തില്ലേ? ഞാൻ പറഞ്ഞു. പിന്നെ അതും താണ്ടി അയാൾ വന്നിരുന്നെങ്കിൽ അയാൾ ഇന്ന് എന്താ പറയുക, മലയാള സിനിമയിൽ ഉണ്ടാവില്ലായിരുന്നു, അയാളകത്ത് കിടന്നേനെ. എടാ, നമുക്കിത് എന്താ പറയുക, എനിക്ക് ഉള്ളതായിരിക്കില്ല അത്, അത്രയേ ഉള്ളൂ. എനിക്ക് വിധിക്കപ്പെട്ട സിനിമകളായിരിക്കില്ല. ഇത്രയും വർഷമായി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ?
ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പടം ഞാൻ ചെയ്യുന്നില്ല. ഇത് ഞാൻ ചോദിച്ചു കിട്ടുന്ന പടങ്ങളൊന്നുമില്ല, ഇങ്ങോട്ട് വിളിക്കുന്ന പടങ്ങളാണ്. ഒരാൾക്കും പറയാൻ പറ്റില്ല ശിവാനി എന്നെ വിളിച്ചു, എന്നോട് ഇത്ര ചാൻസ് ചോദിച്ചു, ഇന്ന് പടങ്ങളിൽ ചാൻസ് ചോദിച്ചു, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതല്ലെങ്കിൽ അടുത്തത് എന്നുള്ള ഒരു ഇതായിരുന്നു. ഈ ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. എന്താ പറയുക, പേരെടുത്ത ഡോക്ടേഴ്സ് ഇല്ലേ, എൻജിനീയേഴ്സ് ഇല്ലേ, പൊളിറ്റീഷ്യൻസ് ഇല്ലേ. പൊളിറ്റിക്സ് വരുമ്പോൾ ഒരു മനസ്സും കൂടെ വേണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരാൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള മനസ്സും കൂടെ വേണം. ഇതെങ്കിൽ പിന്നെ അന്നേ വെളിപ്പെടുത്തണ്ടേ മോളെ, അന്നേ പറയണ്ടേ. അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എന്തോരം ആൾക്കാർ രക്ഷപ്പെട്ടു പോയനെ. പെൺകുട്ടികൾ പ്രതികരിക്കുമെന്ന് കാണുമ്പോഴാണ് ആണുങ്ങളൊന്ന് പേടിക്കുന്നത്. ഇനി അടുത്ത സെറ്റിൽ ഞാൻ ഇതുപോലെ ഞാനൊന്ന് പ്രതികരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ല ഇപ്പം പറഞ്ഞ കുഞ്ഞുങ്ങളെ ഞാൻ എന്താ പറയുക മോശമാക്കുകയോ ഒന്നും അല്ല. അത് പൊതുവേ ഉള്ളതാണല്ലോ. ഇപ്പോൾ ഉഷ ചേച്ചി ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ ഉഷ ചേച്ചിയുടെ ഫാദറുമായിട്ടാണ് ചേച്ചി പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ബുള്ളറ്റിൽ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട്. ചേച്ചി വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ അവർ എങ്കിൽ പിന്നെ എൻ്റെ പടത്തിൽ വെക്കേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു 90% 10% ഈ വാശിയും വൈരാഗ്യവും എന്താ പറയുക ഒരു മനുഷ്യനെ തൊലച്ച് കളയണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇവള് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, തീർത്ത് കളയണം, ഇനി മലയാള സിനിമ ഇവള് കാണാൻ പാടില്ല എന്ന് പറയുന്ന എന്തോരം ആളുകളുണ്ട്. പക്ഷെ അത് 10% ആണ്. 10% ഈ കീടങ്ങളുണ്ടാവുള്ളൂ. ബാക്കി എല്ലാം അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരിക്കും. കാര്യം അവർ കണ്ടു നിറഞ്ഞു, ലോകം കണ്ടു, അവർക്ക് പൈസയായി, അവർക്ക് ഇനിയൊന്നും നേടാനില്ല എന്നുള്ള ഒരു നടിമാര് പറഞ്ഞായിരുന്നോ ഇന്ന ആളുകളോട് ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ട് അവർ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞായിരുന്നോ? ആരും പറഞ്ഞില്ലല്ലോ. അവര് കംപ്ലൈന്റ് അറിയത്തില്ല, അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയത്തില്ല. അവരുടെ ആ ഒരു കാലഘട്ടം ആയിരിക്കില്ലേ. ഇപ്പോൾ കുറച്ചുകൂടെ എന്താ പറയാ, ഈ കാലം മാറിയില്ലേ, ജനറേഷൻ മാറി, അതിൻ്റെ ഒരു വ്യത്യാസം ഇപ്പം ഉണ്ടാവത്തില്ലേ. അന്നത്തെ പോലെ അല്ലല്ലോ. ഒരിക്കലും പറയരുത്. എനിക്ക് കാണുമ്പോൾ വിഷമമാണ്. സുരാജനെയും എന്താ പറയാ ദിലീപേട്ടനെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇനി പടം ഒന്നും കിട്ടിയില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ 6 മാസം ഇവിടെ അല്ല നിൽക്കുന്നത്. എനിക്ക് ഈ പടം ഒന്നും വേണ്ട, നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഞാനായിട്ട് പോയി തിരക്കാറുമില്ല. പക്ഷെ ഒരു സംഘടന പോലും ഇല്ലെങ്കിൽ പോലും 10 പേര് ചേർന്ന് കയ്യിലുള്ള ഇരിക്കുന്ന പൈസയും ചില്ലറ എല്ലാം ഇട്ടിട്ട് ഒരു പടം ഉണ്ടാക്കിയ പോലും അതും പടമാണ്, അതും സിനിമയാണ്. സിനിമ എന്നും ഹിസ്റ്ററിയിലുള്ളതാണ്. അതിനൊരു എന്താ പറയുക ഒരു കൂട്ടായ്മ ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എല്ലാ കാലവും ഉണ്ട്. എടാ മോളെ, നമുക്ക് ഒരു മനുഷ്യനെയും ഇപ്പം എന്നെ പോലും എന്താ പറയുക എൻ്റെ ഇതിലും കാണും ഒരു മോശം ഒരാൾ കാണും. എല്ലാവർക്കും ഇല്ലേ നല്ലതും മോശമായിട്ടുള്ള ആളുകളില്ലേ. പകൽ വളരെ നന്നായിട്ട് സംസാരിച്ച് രാത്രി സ്വഭാവം മാറുന്ന എന്തോരം ആളുകളുണ്ട്. എല്ലാവരും ഒരു അമ്മ മക്കളല്ലല്ലോ. പല സാഹചര്യത്തിൽ വളർന്ന് എന്താ പറയുക മുന്നോട്ട് വന്ന ആളുകളാണ്. നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ ഡയറക്ടറായിരുന്നെങ്കിൽ ഞാൻ എന്താ പറയുക എൻ്റെ ഫാദറിൻ്റെ പടങ്ങൾ അഭിനയിച്ച് ഞാൻ മുന്നോട്ട് പോയേനെ. പക്ഷെ അതങ്ങനെ അല്ലല്ലോ. ആരൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആരൊക്കെയോ ഡയറക്റ്റ് ചെയ്യുന്നു. ഇവരെ ഒന്നും സ്വഭാവം നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ സൂക്ഷിക്കണമെന്നേ പറഞ്ഞോളൂ. കുഞ്ഞെ ഒരു സാധനം വന്നിട്ട് നമ്മൾ അതിൽ നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാലേ, ഞാൻ പറഞ്ഞില്ലേ, 2 എന്താ പറയുക രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. ഒന്ന് ആ പെണ്ണിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ടാവും, ഒന്ന് ഇയാളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളും ഉണ്ടാവും. ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തും എന്താ പറയുക കൂട്ടത്തിൽ നിന്ന് കൈയടിക്കുന്ന ഒരുപാട് ആളുകളും. അത് ശരിയല്ലാത്തതുകൊണ്ടാണ്, ആ കുട്ടി ശരിയല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്താ പറയുക 2 അഭിപ്രായം പറയും. നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. 2 അഭിപ്രായം എന്ന് വെച്ചാൽ അവളെ മോശമായും പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പറയുന്ന ആളുകളിൽ നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കണേ. ചിലപ്പോൾ അവരുടെ കയ്യിൽ മിസ്റ്റേക്ക് ആയിരിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുരുഷന്മാരെ മാത്രമാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നടന്മാരെ മാത്രം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കമന്റുകൾ വരും. ഇപ്പൊ സംവിധായകർക്കെതിരെയും അടക്കം ആരോപണങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ടായിരുന്നു. അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത്
സിനിമയിലെ പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സാധനമാണല്ലോ എന്ന തരത്തിൽ ചിലരതിനെ വ്യാഖ്യാനിക്കുകയാണ്. എനിക്കറിയത്തില്ല, എല്ലായിടത്തും ഉണ്ടാവില്ലേ എന്താ പറയുക പ്രശ്നങ്ങളും പരാതികളും ഉണ്ടാവത്തില്ലേ? നടന്മാർ മാത്രമാണോ? അല്ലെങ്കിൽ തന്നെ ഒരു നടൻ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എനിക്ക് നിനക്ക് ആ പടത്തിൽ ചാൻസ് വാങ്ങിച്ച് തരാൻ പറ്റും എന്ന് എങ്ങനെയാണ് ഒരു നടന് പറയാൻ പറ്റുന്നത്? ഡയറക്ടറോ പ്രൊഡ്യൂസറോ പറയാണ് പറ്റൂല എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു നടനാണോ ഉള്ളത്? എന്തോരം നടന്മാരുണ്ട്. അതുപോലെ നടൻ ബാല പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഈ സിനിമയിലെ ഈ നടന്മാര് മാത്രമല്ല രാഷ്ട്രീയക്കാരാണ് അതിൽ കൂടുതൽ മുട്ടുന്നത്. രാഷ്ട്രീയക്കാര് എനിക്കറിയില്ല, വാലച്ചേട്ടൻ എന്ത് പറയുന്നത് അറിയില്ല. രാഷ്ട്രീയക്കാരാണ് വാതിൽ മുട്ടുന്നത്. സെറ്റിൽ വന്നിട്ട് വാതിൽ മുട്ടുമോ? മാത്രമല്ല രാഷ്ട്രീയക്കാർ വാതിൽ മുട്ടുന്നുണ്ട്. ആരുടെ വാതിൽ മുട്ടുന്നെന്ന്? നടിമാരുടെ വാതിൽ മുട്ടുന്നവര് രാഷ്ട്രീയക്കാരുണ്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെയൊക്കെ മുട്ടിയിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരണം. അങ്ങനെയൊക്കെ സെറ്റിൽ വന്ന് മുട്ടുമോ? പുറത്തു കൊണ്ടുവരണം. ഞാൻ വലച്ചേട്ടൻ്റെ പടം ചെയ്തിട്ടുണ്ട്. വലച്ചേട്ടൻ നിലാവ് അറിയാതെ എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ പടം. വളരെ എന്താ പറയുക നല്ല സൗകര്യങ്ങളും എല്ലാം തന്നിട്ട് നല്ല. നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ വളരെ പേഴ്സണലി ചെയ്യാൻ സാധ്യതയില്ലാന്ന്. ഞാനത് 100% അദ്ദേഹം നീറ്റാണെന്ന് പറയാൻ ഞാൻ ആരുമല്ല. ഒരു വ്യക്തിക്ക് അയാളുടെ ഫാമിലിക്ക് പോലും അറിയാൻ പറ്റത്തില്ല അയാളുടെ സ്വഭാവം എന്താണെന്ന്. അയാൾക്ക് മാത്രമേ അറിയുള്ളൂ അയാൾ എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം ഇതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അഭിപ്രായം എന്ന് വെച്ചാൽ എന്നോട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്നോട് അവർ മോശമായിട്ടല്ല സംസാരിച്ചിട്ടുള്ളത്. എന്നോട് അവർ വളരെ കാര്യമായിട്ട് ഒരു സിസ്റ്ററിനെ പോലെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതെ, ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് ചെയ്യുന്ന പടം ഇതാണ്. അപ്പം സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക എൻ്റെ ഗുരുവിൻ്റെ പടമാണ്, TS സുരേഷ് ബാബുവിൻ്റെ പടമാണ്. അപ്പം ബോസർ പറഞ്ഞപ്പോൾ ഓക്കെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. ഫസ്റ്റ് തന്നെ എന്താ പറയുക റേപ്പ് സീനായിരുന്നു. അത് 2-3 ദിവസം എന്തോ അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ദേഹമൊക്കെ നോവുന്നുണ്ടായിരുന്നു. കാര്യം നോർമലായിട്ടുള്ള സീൻസ് അഭിനയിക്കുന്ന പോലെ അല്ലല്ലോ. ഒരു കയ്യിൽ നിന്ന് മറ്റേ എന്താ പറയുക നമുക്ക് മേല് വല്ലാണ്ട് നോവുന്ന ഇതാണ്. പക്ഷേ അതിൽ സുധീർ ഡ്രാക്കുളയിൽ അഭിനയിച്ച സുധീരേട്ടനൊക്കെ വളരെ നന്നായിട്ടാണ് എന്നെ എന്താ പറയുക നമ്മൾ നോക്കിയത്. ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആണോ, എന്ത് പ്രശ്നമൊന്നും ഇല്ലല്ലോ, നിനക്ക് നോവുന്നൊന്നും ഇല്ല. അവരുടെ കണ്ണിൽ നമ്മൾ ക്യാൻസർ കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ്. നമ്മളിപ്പോൾ ഹിമാലയം വരെ കയറുന്നുള്ള അവർക്കറിയത്തില്ലല്ലോ. വല്ലാണ്ട് നമ്മൾ എന്താ പറയുക നീ ഓക്കെ അല്ലേ എന്നാലും നമ്മൾ എന്താ പറയുക കാര്യം നമുക്കിപ്പോൾ വല്ലാണ്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു സ്ട്രഗിൾ സീൻസ് ഒന്നും നമുക്ക് എന്താ പറയുക കെയർ ചെയ്ത് സ്ട്രഗിൾ സീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലേ. എടുത്തെറിയണം വെച്ചാൽ എടുത്തങ്ങ് എറിഞ്ഞാലേ പറ്റുള്ളൂ. അവർ വല്ലാണ്ട് നോക്കിയിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നാളാണെന്ന് കേട്ടിട്ട് അറിയില്ലടാ, അറിയില്ല. അങ്ങനെ വരുമായിരിക്കും. ഞാൻ എൻ്റെ അനിയന് കോൾ വന്നിട്ടുണ്ടോന്ന്. എൻ്റെ അനിയൻ ക്യാമറയിൽ വർക്ക് ചെയ്യുന്നതാണ്, അസോസിയേറ്റ് ക്യാമറയാണ്. അവനോട് ചോദിക്കാം അവനൊരു കോൾ വന്നിട്ടുണ്ടോ അറിഞ്ഞൂടാ. അപ്പൊ ഇപ്പൊ തുല്യതയല്ലേ, പെൺകുട്ടികൾക്കും കോൾ വരുന്നുണ്ട് ആണുങ്ങൾക്കും കോൾ വരുന്നുണ്ട്. ആയല്ലോ, ഈക്വലായല്ലോ, അത്രേ ഉള്ളൂ. ശേഷം ഈ ആളുകൾ ചോദിക്കുന്ന ഈ ചാനലുകളിൽ പോകുമ്പോഴാണെങ്കിലും ഒക്കെ കീറി മുറിക്കപ്പെടുകയാണ് ഇതൊന്ന് പറഞ്ഞത് കൊണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ ഇനി ഒരാൾ എന്ത് പറഞ്ഞാൽ എനിക്ക് ജീവിക്കണം, മുന്നോട്ട് നന്നായിട്ട് പോകണം. എന്താ പറയുക, ആളുകൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം, അവർക്ക് പ്രയോജനമുള്ള രീതിയിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. അതാണ് എൻ്റെ മൈൻഡിൽ. എന്നെ ഇനി ഒരാൾക്ക് നോവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഓൾറെഡി ഭഗവാൻ തന്നെ നല്ലോണം നോവിച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്ത് പറഞ്ഞാലും അവരാലോചിച്ചാൽ മതി, ഈ പാവമൊക്കെ അവർക്ക് കിട്ടുമെന്ന്. ഞാൻ അധികം സിനിമ ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ എന്താ പറയുക എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ആ തമിഴ് മൂവി പോലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ്. വേറെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളല്ലേ, അപ്പൊ ഈ മലയാള ഇൻഡസ്ട്രി മാത്രം ഇങ്ങനെ പറയാൻ പറ്റുമോ? ഈ വേറെ ഇൻഡസ്ട്രി ഇല്ല, നമ്മൾ പറയുന്നതിൻ്റെ ഒരു നല്ല വശം എടുക്കാണ്ട്
വെള്ള പൂശാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു, ഇവന്മാരെയൊക്കെ വെള്ള പൂശുന്നു. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് കുഞ്ഞാ. എല്ലാവർക്കും ഉള്ള അനുഭവം ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അവർക്കേ അറിയുള്ളൂ. ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ചേച്ചിയുടെ അഭിപ്രായമല്ലേ ചേച്ചി പറയുള്ളൂ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എടാ 80% ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു 20% ഉണ്ട് നമ്മളാ വേണമെന്ന് കരുതി നോവിക്കുന്ന ആൾക്കാരുണ്ട്. എന്തേലും ആൾക്കാർക്ക് എന്നെ കൊണ്ട് നല്ലത് വരണമെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ഇങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ ഹെൽപ്പ് ചെയ്യണം. എനിക്കിനി സമ്പാദ്യം കൂട്ടി വെക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം. ഞാൻ ഓൾറെഡി ഒരു എന്താ പറയുക, എനിക്ക് മതി, സന്തോഷമായി എന്നൊരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു. കാര്യം എൻ്റെ ഹസ്ബൻഡ് പ്രശാന്ത്, അവൻ നല്ല രീതിയിൽ എന്താ പറയുക ഒരു ക്രിക്കറ്റ് കളിച്ചിരുന്ന മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇനി വേണമെന്നുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ സൈഡിൽ നിന്ന് നമ്മളൊരു ഒരാളടുത്തും എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാം നെക്സ്റ്റ് എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. എടാ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നുള്ളതുകൊണ്ടല്ലേ ഞാനത് പറയുന്നത്. എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? എല്ലാവരും ഞാൻ ഇപ്പം പലരും പറഞ്ഞു എന്തിനാ ശിവാനി അവരെ അനുകൂലിച്ച് പറഞ്ഞു, എല്ലാവരും അവർക്ക് എഗൻസ്റ്റ് അല്ലേ പറയുന്നു. അപ്പം നീ അങ്ങനെ പറഞ്ഞാലല്ലേ? എടാ ഇല്ലാത്തത് എങ്ങനെ പറയാൻ പറ്റും? വേട്ടക്കാരനാണ് അവനെങ്കിൽ അവൻ കിടക്കേണ്ടത് ജയിലിലാണ്. അവൻ വേട്ടക്കാരനാണെങ്കിൽ എന്നോട് നന്നായി പെരുമാറുന്ന ആൾക്കാരെ പറ്റി എനിക്ക് നല്ലതേ പറയാൻ പറ്റൂ. നാളെ ആ പറയുന്ന മനുഷ്യൻ വേട്ടക്കാരനാണെന്ന് പ്രൂവ് ചെയ്താൽ പോലും അയാൾ ചെയ്തത് മോശമായിപ്പോയി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നോട് പക്ഷെ അയാൾ ഒന്നും ചെയ്തില്ലല്ലോ. എൻ്റെ പ്രശ്നം അതാണ്. എനിക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്താ പറയുക വൻ പ്രശ്നമാവുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇരയൊന്നും അല്ല കുഞ്ഞെ, ഞാൻ ഇരയൊന്നും അല്ല. എൻ്റെ പ്രശ്നമൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞ് തീർത്തതാണ്. നന്നായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നമുക്കൊരു സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടാവില്ലേ, അതെല്ലാം താണ്ടി നമ്മൾ വന്നു എന്താ പറയുക ആർക്കെങ്കിലും നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ മനഃപൂർവ്വം വന്നിട്ട് മെസ്സേജും എന്താ പറയുക കമൻസും ഒക്കെ ഇടുമ്പോൾ നമുക്കത് നോവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു സിനിമ എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു സമയം കാര്യങ്ങളും എല്ലാം കിട്ടുമ്പോഴത്തേക്കും നല്ല പടം പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. എനിക്ക് പറയുന്ന അമ്മ സംഘടന പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. കാര്യം അവരെന്തോരം ആളുകൾക്കാണ് വീട് വെച്ച് കൊടുത്തേക്കുന്നത്, എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നല്ലതൊന്നും ആളുകൾ പെട്ടെന്ന് മറന്നു. ഒരു നിസ്സാര സംഭവം എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് നിസ്സാര സംഭവം എന്നല്ല, ഇത് നിസ്സാര സംഭവം അല്ല. ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരാളെ പറ്റി എന്തെങ്കിലും ഒരാൾ ഒരു മോശം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വലുതാക്കി മാക്സിമം ഇതിനെ തകർക്കാൻ വേണ്ടി നോക്കും. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. അപ്പം അതിനെ തകർക്കാൻ കുറച്ച് ആൾക്കാർ മെനക്കെട്ട് നിൽപ്പുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന എന്താ പറയുക അധികാരത്തിലിരിക്കുന്ന ആളുകളെ വലിച്ചിടണമെന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. അപ്പം ഞാൻ ഭയങ്കര ഇമോഷണലായി. ഇനി സംസാരിച്ച് ശരിയാവത്തില്ല. മതിയാക്കാം മോളെ, മതിയാക്കാം.